വാർത്തകളിലേക്ക് വിശദമായി. മൂന്നാറിൽ എംഎൽഎ എസ് രാജേന്ദ്രനെതിരെ നടപടി കടുപ്പിച്ച് സബ് കളക്ടർ രേണുരാജ്. എംഎൽഎയുടെ വീടിനോട് ചേർന്ന് അനധികൃത നിർമ്മാണം നടക്കുന്നതായി പരാതി ഉയർന്ന സ്ഥലം രേണുരാജ് നേരിട്ടെത്തി പരിശോധിച്ചു. സ്ഥലം സർക്കാർ ഭൂമിയാണോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സബ് കളക്ടർ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണം അനധികൃതമെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും രേണുരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഞായറാഴ്ച ഒഴിവുദിനമായിട്ടും അവധി മാറ്റിവെച്ചാണ് മൂന്നാർ ഇക്കാ നഗറിലുള്ള എംഎൽഎയുടെ വീട്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥരോടൊപ്പം സബ് കളക്ടർ കയ്യേറ്റം പരിശോധിക്കാനെത്തിയത്. സന്ദർശനവും പരാതിയും ന്യൂസ് 18നോട് സബ് കളക്ടർ സ്ഥിരീകരിച്ചു. ഭൂമി സർക്കാർ സ്ഥലമാണോ എന്ന് പരിശോധിക്കാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. തൊട്ടടുത്തുള്ളൊരു ഭൂമിയിൽ ഇന്നലെ രാത്രി മണ്ണിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് നോക്കാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനും ലാൻഡിൻ്റെ സ്റ്റാറ്റസ് നോക്കാനും വില്ലേജ് ഓഫീസറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ആരുടെ ലാൻഡാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വില്ലേജ് ഓഫീസറോട് വില്ലേജ് രേഖകൾ പരിശോധിച്ച് സർക്കാർ ഭൂമിയാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇക്കാ നഗറിൽ KCBയുടെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് എസ് രാജേന്ദ്രൻ വീട് വച്ചിരിക്കുന്നത്. വീടിനടുത്ത് 3 സെന്റോളം സ്ഥലമാണ് മണ്ണിട്ട് നികത്തി വീടിനോട് ചേർത്തത്. 1.5 ആൾ പൊക്കത്തിൽ സംരക്ഷണ ഭിത്തിയും ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീടിനോട് ചേർന്ന നിർമ്മാണ പ്രവർത്തനത്തിന് യാതൊരു അനുമതിയും തേടിയിട്ടില്ല എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അനധികൃത നിർമ്മാണത്തിനൊപ്പം ഭൂമി കയ്യേറ്റം കൂടി തെളിഞ്ഞാൽ വലിയ നിയമ നടപടികളാവും MLA നേരിടേണ്ടി വരിക. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ഷിജോ M. ജെയിംസിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. ദേവികുളം സബ് കളക്ടർ രേണുരാജിനോട് അപമര്യാദയായി പെരുമാറിയ എസ് രാജേന്ദ്രൻ MLAയോട് CPM വിശദീകരണം ചോദിക്കും. തെറ്റായ പെരുമാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറഞ്ഞു. MLAക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സബ് കളക്ടറുടെ തീരുമാനം. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ സബ് കളക്ടറെ പിന്തുണച്ച് രംഗത്തെത്തി. മന്ത്രി MM മണി സബ് കളക്ടറെ രൂക്ഷമായി വിമർശിച്ചു. ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ എന്താ ഉള്ളത്? ബിൽഡിംഗ് റൂൾ നോക്കേണ്ടത് പഞ്ചായത്താണ്, അവിടല്ല. ദേവികുളം സബ് കളക്ടർ രേണുരാജിനെ സ്ഥലം MLA എസ് രാജേന്ദ്രൻ പരസ്യമായി അപമാനിച്ച സംഭവമാണ് വിവാദമായത്. സബ് കളക്ടർക്ക് ബുദ്ധിയില്ലെന്നും IAS കിട്ടിയതുകൊണ്ട് കാര്യമില്ലെന്നുമായിരുന്നു വിമർശനം. റവന്യൂ വകുപ്പിന്റെ അനുമതി വാങ്ങാതെ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് സബ് കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് MLAയെ പ്രകോപിപ്പിച്ചത്. MLAയുടെ നടപടി വിവാദമായതോടെ പ്രശ്നത്തിൽ CPM ഇടപെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. രാജേന്ദ്രൻ MLAയോട് എന്തുകൊണ്ടാണ് കളക്ടറോട് മോശമായി സംസാരിച്ചത് എന്ന വിഷയം അന്വേഷിക്കാനും അങ്ങേരോട് അതിന് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ മന്ത്രി MM മണിയുടെ പ്രതികരണം ഇങ്ങനെ: ഉദ്യോഗസ്ഥരുടെ മനോഭാവമുണ്ട്, അതിന് കൂട്ടു നിൽക്കുന്ന ശക്തികളുണ്ട്, അങ്ങനെ ഉണ്ട്. അത് ഒരുപാട് പ്രശ്നമുണ്ട്. പിന്നെ മന്ത്രി എന്നതിലെ ഞാൻ അന്വേഷിച്ചിട്ട് അത് സംബന്ധിച്ച് പറയാം. MLAക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. ബഹുമാന്യനായ ജനപ്രതിനിധിയുടെ വാക്കുകൾ CPM ഇന്ന് നേരിടുന്ന ജീർണതയുടെ ഒരു പ്രതിഫലനമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതേസമയം അനധികൃത നിർമ്മാണം എതിർത്ത റവന്യൂ സംഘത്തെ തടഞ്ഞവർക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് രേണുരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം നിയമപരമായിട്ട് ചെയ്യുന്ന എന്ത് കാര്യവും ഭയം കൂടാതെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു, ധൈര്യമായിട്ട് മുമ്പോട്ട് നടപടികൾ എടുക്കാമെന്നാണ് പറഞ്ഞത്. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ സബ് കളക്ടറെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചു. സബ് കളക്ടറുടെ നടപടിയിൽ തെറ്റൊന്നുമില്ലെന്ന് മന്ത്രി പരസ്യമായി പറയുകയും ചെയ്തു. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്ന രേണുരാജിന്റെ നടപടികളോടെ ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാർ വീണ്ടും വിവാദ ഭൂമിയാവുകയാണ്. ന്യൂസ് 18 ഇടുക്കി. സബ് കളക്ടർ രേണുരാജിനെതിരായ മോശം പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് എസ് രാജേന്ദ്രൻ MLA. സംഭവത്തിൽ പാർട്ടി വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിക്കാൻ MLA തയ്യാറായത്. സബ് കളക്ടർക്ക് പ്രായോഗിക ബുദ്ധിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രാജേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മൂന്നാർ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർ രേണുരാജുമായുള്ള വിഷയങ്ങൾ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ദേവികുളം MLA എസ് രാജേന്ദ്രൻ തന്നെ നമ്മോടൊപ്പമുണ്ട്. വലിയ വിവാദമാണ്. പ്രതിപക്ഷത്തിന്റെ അടക്കമുള്ള ഭാഗത്തുനിന്നും ആക്രമണം വരുന്നു, പാർട്ടി വിശദീകരണം തേടുന്നു. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും പാർട്ടി വിശദീകരണം ചോദിക്കുന്നതും ഞാൻ മറുപടി പറയാൻ ബാധ്യത ഉള്ളതുമാണ്. അത് എല്ലാം ഉൾക്കൊള്ളുന്നു. അവൾ എന്ന് പറയുന്ന വാക്ക് അത്ര മോശം വാക്കാണ് എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാൻ മേല. വീട്ടിലെ സഹോദരിമാർ ഉൾപ്പെടെയുള്ള മക്കൾ എല്ലാവരും അങ്ങനെ പറയുക. ഇനി അതിനകത്ത് വേറെ വ്യത്യസ്തമായി അവർക്ക് വേദന തോന്നത്തക്ക നിലയിൽ അപ്പോഴേ പറയുന്നതാണെങ്കിൽ അവർ പറയാമായിരുന്നു. ഇനിയിപ്പം മീഡിയയിൽ വന്ന സ്ഥിതിയിൽ അത് അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അവരോട് പിന്നെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന തരത്തിലൊരു ഖേദം എന്നുള്ള നിലയിലേക്ക് നമുക്ക് പറയുന്നതിലൊന്നും തെറ്റല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് ഖേദം പ്രകടിപ്പിക്കുന്നതിലൊന്നും
ഒരു മടിയും എനിക്കില്ല. അവർക്ക് വേദന ഉണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അവർക്ക് ആർക്കാണേലും വേദന ഉണ്ടായാൽ നമ്മളൊന്ന് അതിനൊരു വേദനയ്ക്ക് ഒരു പകരം എന്നുള്ള നിലയിൽ നമ്മളൊരു ഖേദം രേഖപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അവർ ഈ നിലയിൽ ഒരു ജനപ്രതിനിധി അവരെ ഫോണിൽ കൂടി വിളിക്കുമ്പോൾ MLA എന്നൊക്കെ ആക്ഷേപിക്കാൻ അവർക്ക് അവകാശമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. താൻ എന്ന് എന്നെ അവർക്ക് വിളിക്കാനുള്ള ഒരു അവസരവും അവകാശവും പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇല്ല. അതൊന്നും മീഡിയകളിൽ വരുന്നില്ലല്ലോ. എന്നെ അവമാനിച്ചപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു പ്രതികരണം അവൾ എന്നുള്ള ഒരു വാക്ക് വന്നു. അല്ല, IAS ഒക്കെ കഴിഞ്ഞ ഒരാൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞത് ശരി തന്നെ. അത് ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുമല്ലേ. അവർക്ക് പ്രായോഗിക ബുദ്ധിയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ബുദ്ധിയില്ല എന്ന് പറയുന്നത് അവരെ മോശമാക്കാനല്ല. എന്തായാലും തീർച്ചയായും അവർക്ക് ഇക്കാര്യത്തിൽ വേദന തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ താൻ മുന്നോട്ട് വെച്ച നിലപാടുകളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. മൂന്നാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അനധികൃതമായ ഇടപെടലുകൾ വന്നാൽ ഇനിയും പ്രതികരിക്കും എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ. കേരളത്തിലും CPM-ഉമായി തെരഞ്ഞെടുപ്പ് ധാരണയ്ക്ക് തയ്യാറാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അക്രമം അവസാനിപ്പിക്കുകയും ആയുധം താഴെ വയ്ക്കുകയും ചെയ്താൽ CPM-ഉമായി ചർച്ചയാകാമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. കേരളത്തിൽ ധാരണയുടെ ആവശ്യമില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിച്ചു. ബംഗാളിൽ CPM കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ധാരണയ്ക്ക് ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വം നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ ധാരണ കേരളത്തിലുമാകാമെന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവന. ഡയലോഗൊക്കെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. CPM തയ്യാറുണ്ടോ? പക്ഷേ ഒരു കണ്ടീഷൻ, ഇതാണ് കണ്ടീഷൻ. അക്രമം അവസാനിപ്പിക്കാൻ, ആയുധം താഴെ വയ്ക്കാൻ CPM തയ്യാറാണെങ്കിൽ നാളെ തന്നെ CPM-ആയിട്ട് ഒരു ഡയലോഗിന് ഞങ്ങൾ തയ്യാറാണ്. കോൺഗ്രസിന് രാജ്യം മുഴുവൻ ഒരേ തെരഞ്ഞെടുപ്പ് നയമാണെന്നും ഇരട്ട നിലപാട് കേരളത്തിലെ CPM നേതാക്കൾ കാണുന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായിട്ട് ധാരണ മാത്രമല്ല, വേദി പോലും പങ്കിടണമെന്നാണ് പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഘടകം ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നത്. എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണനും അവരുടെ നിലപാടിൽ മാറ്റം വരുത്താത്തത് എന്ന് അവർ വിശദീകരിക്കണം. അതേസമയം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിർദ്ദേശം CPM തള്ളി. കേരളത്തിൽ അത്തരം ധാരണയുടെ ആവശ്യമില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. വർഗീയതയെ എതിർക്കുക എന്നതിനൊപ്പം പാർലമെന്റിൽ ഇടതുബലം കൂട്ടുക എന്നതും പാർട്ടിയുടെ നയമാണെന്ന് MA ബേബി. അങ്ങനെ പറയേണ്ട തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിൽ കോൺഗ്രസിനും UDF-നും LDF-നെതിരായിട്ട് നല്ല നിലയിൽ മത്സരം നടത്താനൊക്കെയുള്ള ശേഷി ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കോൺഗ്രസും LDF-ഉം തമ്മിൽ കേരളത്തിലൊരു ധാരണ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബംഗാളിൽ കോൺഗ്രസ് അല്ല ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണയ്ക്ക് പിന്നാലെ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇരു നേതാക്കളും ലക്ഷ്യം വെക്കുന്നത് ഒന്നു തന്നെ. മതേതര കക്ഷികളുടെ യോജിപ്പിന് തടസ്സം നിൽക്കുന്നത് CPM ആണെന്ന പ്രചരണം കേരളത്തിൽ ശക്തമാക്കുക. ഇത് BJP വിരുദ്ധ വോട്ടുകൾ അനുകൂലമാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. പിണറായി വിജയന് BJP സർക്കാരിനെ ഭയമാണെന്ന ആരോപണം കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി ആവർത്തിക്കുന്നതും ഇതുകൊണ്ട് തന്നെ. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് CPM സഹകരണ പ്രസ്താവനയിൽ മുല്ലപ്പള്ളിക്ക് LDF കൺവീനർ A വിജയരാഘവന്റെ മറുപടി. ഇടതുപക്ഷത്തിന് മുല്ലപ്പള്ളിയുടെ ഉപദേശം കേട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. മുല്ലപ്പള്ളിയുടേത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. ജാഥയ്ക്ക് ആളും പണവും കിട്ടാതെ വന്നപ്പോൾ പ്രശസ്തിക്ക് വേണ്ടിയാണ് മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയെന്നും A വിജയരാഘവൻ പറഞ്ഞു. മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന താല്പര്യങ്ങൾ സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾ അല്ല. അതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. അങ്ങനെ ഒരു ജാഥ നടത്തി പോരാണ്. ആരും ആ ജാഥ തിരിഞ്ഞു നോക്കണില്ല, പൈസയും കൊടുക്കണില്ല. അപ്പൊ ജാതിയും പൈസയും കിട്ടാതെ വരുമ്പോ എന്തെങ്കിലും ഒരു പ്രസിദ്ധി നേടുന്ന വാക്ക് പറയണം. അതിനു വേണ്ടി ഒരു വാക്ക് മുല്ലപ്പള്ളി ഇന്നലെ രാത്രി ആലോചിച്ച് ഇന്ന് രാവിലെ പറഞ്ഞു എന്നൊരു കവിഞ്ഞ് കേരളത്തിലെ ആ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യവും. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗ് കടുംപിടുത്തത്തിനില്ലെന്ന വ്യക്തമായ സൂചന നൽകി നേതാക്കൾ. UDF ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യം ഉന്നയിക്കുമെന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ ഒരു കടുംപിടുത്തത്തിന് പാർട്ടി തയ്യാറല്ലെന്ന സൂചനയാണ് ലീഗ് നേതാക്കൾ നൽകിയത്. ദേശീയ രാഷ്ട്രീയ സാഹചര്യം നന്നായി അറിയാവുന്ന ലീഗ് കടുംപിടുത്തം നടത്തില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പറഞ്ഞു. പാണക്കാട് ചേർന്ന നേതൃയോഗത്തിൽ മുസ്ലിം ലീഗിന്റെ MLA-മാരും MP-മാരും ഉന്നത നേതാക്കളും അവരവരുടെ അഭിപ്രായങ്ങൾ നേരത്തെ അറിയിച്ചു.
മൂന്നാം സീറ്റിന് അർഹത ഉണ്ടെന്നും ഇത് ശക്തമായി ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ UDF-നെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്നായിരുന്നു പൊതുവികാരം. വിട്ടുവീഴ്ചകൾ വേണ്ടിവരുമെന്നാണ് ഇക്കാര്യത്തിൽ നേതൃത്വത്തിന്റെ നിലപാട്. ആവശ്യങ്ങൾ 18-ന് ചേരുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിക്കും. എന്നാൽ പരിഹരിക്കാനാകാത്ത ഒരു തർക്കവും ഉണ്ടാവില്ലെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. എന്തായാലും 2-ന്റെയും 3-ന്റെയും അല്ല, ഞങ്ങൾ അതിലേറെ സീറ്റ് കിട്ടേണ്ട ഒരു ശ്രമത്തിലാണ്. മത്സരിക്കുന്നിടത്ത് ഏതെങ്കിലും വിധത്തിലുള്ള വോട്ടിന്റെ അകൽച്ചയുണ്ടാക്കി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം വരുന്നതിന് ഏത് വിധത്തിലും ഭംഗമുണ്ടാക്കാൻ പാടില്ലെന്നും വോട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റേറ്റുകളിലും ഈ കാര്യം കൃത്യമായി പാലിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും മത്സരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യങ്ങളിൽ തീരുമാനം വന്നേക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇനി UDF-ലാണ് അത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കേണ്ടത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി കമ്മിറ്റി കൂടി അവസാന തീരുമാനം എടുക്കേണ്ടത് തങ്ങളാണ്. ദേശീയ രാഷ്ട്രീയ സാഹചര്യം അറിയുന്ന മുസ്ലിം ലീഗ് കടുത്ത നിലപാട് എടുക്കില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നും ദേശീയ രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന, ദേശീയ താൽപര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും സൗഹാർദ്ദപരമായ ഒരു സമീപനം തന്നെയാണ് അവർ സ്വീകരിക്കുകയെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കോൺഗ്രസ് ലീഗ് നേതാക്കൾ പറയുന്നത് ഒന്നുതന്നെ. ലീഗിന്റെ 3-ാം സീറ്റ് അവകാശവാദം ന്യായമാണ്, അത് ഉന്നയിക്കുകയും ചെയ്യും. എന്നാൽ അതൊരു തർക്കമാക്കി മുന്നണിയെ പ്രതിസന്ധിയിലാക്കില്ല. ന്യൂസ് 18 മലപ്പുറം. റഫാൽ ഇടപാടിനെ കുറിച്ചുള്ള CAG റിപ്പോർട്ട് പൂർത്തിയായി. റിപ്പോർട്ട് ബജറ്റ് സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ വെക്കാനാണ് സർക്കാർ തീരുമാനം. ഇക്കാര്യത്തിൽ സർക്കാരും CAGയും ആശയവിനിമയം നടത്തുകയാണ്. വ്യോമസേനയുടെ ആയുധ ഇടപാടുകൾ മുഴുവൻ ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാകും പാർലമെന്റിൽ വരിക. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ചകൾ നടത്തിയെന്ന വിവാദത്തിനിടെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് പാർലമെന്റിൽ വരുന്നത്. ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ അധ്യക്ഷനും രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നുമാണ് റിപ്പോർട്ട് നൽകുക. റഫാൽ ഇടപാട് പ്രതിപക്ഷം സജീവ ചർച്ചയാക്കിയതോടെ CAG റിപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. വ്യോമസേനയുടെ എല്ലാ ആയുധ ഇടപാടുകളും പരാമർശിച്ചുകൊണ്ടുള്ളതാകും റിപ്പോർട്ട്. റഫാൽ ഇടപാടിന്റെ മാത്രമായുള്ള റിപ്പോർട്ട് ആവില്ല സഭയിൽ വരുന്നത്. റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചാലും നടപ്പ് സമ്മേളന കാലയളവിൽ ഇതിന്മേൽ പരിശോധന സാധ്യമാകില്ല. റഫാൽ ഇടപാടിൽ CAG റിപ്പോർട്ട് പാർലമെന്റിന്റെ അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചു എന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് വിവാദമായിരുന്നു. ഈ പരാമർശം വ്യാകരണ പിശകാണ് എന്നും അത് തിരുത്തണമെന്നും സർക്കാർ സുപ്രീം കോടതിയോട് പിന്നീട് രേഖാമൂലം ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഡൽഹി. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ CBI ഇന്നും ചോദ്യം ചെയ്തു. ഷിലോങ്ങിലെ CBI ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. ഇന്നലെയും 8 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ശാരദാ ചിട്ടി കുംഭകോണ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാജീവ് കുമാറിനോട് സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ തൃണമൂൽ MLA വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ മുൻ തൃണമൂൽ നേതാവും BJPയുടെ മുതിർന്ന അംഗവുമായ മുകുൾ റോയിയെ പ്രതി ചേർത്തു. സംഭവത്തിൽ 4 പേർ പിടിയിലായി. കൃഷ്ണഗഞ്ച് മണ്ഡലത്തിലെ MLA സത്യജിത് ബിശ്വാസാണ് വെടിയേറ്റ് മരിച്ചത്. രാഷ്ട്രീയ വിവാദങ്ങൾ കത്തിനിൽക്കുന്ന പശ്ചിമബംഗാളിൽ ഭരണപക്ഷ MLAയുടെ കൊലപാതകവും വൻ വിവാദമാവുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയും ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വിശ്വസ്തനുമായ മുകുൾ റോയിയെ കേസിൽ ബംഗാൾ പോലീസ് പ്രതി ചേർത്തു. ഇപ്പോൾ BJPയുടെ ബംഗാളിലെ ഉന്നത നേതാവാണ് മുകുൾ റോയ്. കേന്ദ്ര സർക്കാരിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ബംഗാൾ പോലീസിന്റെയും മമതയുടെയും ഈ പുതിയ നീക്കം വൻ കോലാഹലമാകുമെന്നുറപ്പ്. ബംഗാൾ പോലീസിൽ വിശ്വാസമില്ലെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സരസ്വതി പൂജ ആഘോഷവേദിയിൽ നിന്ന് ഇറങ്ങുന്നതിനിടെയാണ് MLAയ്ക്ക് വെടിയേറ്റത്. ആസൂത്രിത കൊലപാതകമാണെന്നും ബിശ്വാസിനെ പിന്നിൽ വളരെ അടുത്തുനിന്ന് വെടിവെക്കുകയായിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി രൂപേഷ് കുമാർ പറഞ്ഞു. ബിശ്വാസിന് വെടിയേൽക്കുമ്പോൾ സംസ്ഥാന മന്ത്രി രത്ന ഘോഷും വേദിയിലുണ്ടായിരുന്നു. കൊലയ്ക്കുപയോഗിച്ച തോക്ക് കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് മുമ്പ് ഇടവേള. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വിമർശിച്ച കന്യാസ്ത്രീകളുടെ സ്ഥലമാറ്റ ഉത്തരവ് പിൻവലിക്കില്ല. കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് അഡ്മിനിസ്ട്രേറ്ററുടെ അറിവോടെയാണ് പുറപ്പെടുവിച്ചതെന്ന് ജലന്ധർ രൂപത വ്യക്തമാക്കി. കുറവിലങ്ങാട് മഠത്തിൽ നിന്നും മറ്റെങ്ങോട്ടും പോകില്ലെന്ന് സിസ്റ്റർ അനുപമ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ സ്ഥലം മാറ്റത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി തുടരുമ്പോഴാണ് സ്ഥലം മാറ്റ നടപടി പിൻവലിക്കില്ലെന്ന ശക്തമായ നിലപാട് ജലന്ധർ രൂപത അറിയിച്ചത്. കന്യാസ്ത്രീകൾക്ക് കുറവിലങ്ങാട് തുടരാമെന്ന് കാണിച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അയച്ച കത്ത് വ്യക്തിപരമായ സന്ദേശം മാത്രമാണ്. സഭയുടെ അംഗീകാരത്തോടെയാണ് ഈ നടപടിയെന്ന് സഭാ വക്താവ് പീറ്റർ കാവുംപുറം അറിയിച്ചു.
മേലധികാരികളുടെ ഉത്തരവ് അംഗീകരിക്കണോ തള്ളണോ എന്നത് കന്യാസ്ത്രീമാർക്ക് സ്വയം തീരുമാനിക്കാമെന്നും പീറ്റർ കാവുംപുറം വ്യക്തമാക്കി. എന്നാൽ രൂപത അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനമാണ് അനുസരിക്കുകയെന്നും സഭാവക്താവ് പറയുന്നത് അനുസരിക്കേണ്ട കാര്യമില്ലെന്നും സിസ്റ്റർ അനുപമ. ഈ കത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ ഉറച്ചു തന്നെ ഞങ്ങളിവിടെ കോൺവെന്റിൽ തന്നെ ഞങ്ങൾ നിൽക്കും. ഞങ്ങളുടെ കേസ് തീരുന്നത് വരെ ഈ കോൺവെന്റിൽ തന്നെ ഞങ്ങൾ നിൽക്കും. അതിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ ഇവിടുന്ന് മാറാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ജലന്ധർ രൂപതയിലുള്ള സ്വാധീനമാണ് പുതിയ സംഭവങ്ങൾ കാണിക്കുന്നതെന്നും സിസ്റ്റർ അനുപമ പറഞ്ഞു. കാരണം ബിഷപ്പ് ആഗ്നലോയാണ് സുപ്രീമായിട്ടുള്ള അതോറിറ്റി ജലന്ധർ ഡയസിസിന് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കത്ത് ഇങ്ങനെ വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയില്ല അതിൻ്റെ പുറകിൽ എന്താണെന്ന്. കാരണം ഇപ്പോഴും ബിഷപ്പ് ഫ്രാങ്കോ തന്നെയാണോ അവിടെ അധികാരി എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഞങ്ങളുടെ മുന്നിലും വരുന്നത്. സർക്കാരിൽ നിന്ന് കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നതായും കന്യാസ്ത്രീകൾ പറയുന്നുണ്ട്. മഠത്തിൽ നിന്ന് പോകില്ലെന്ന് കന്യാസ്ത്രീകൾ ഉറച്ച നിലപാടെടുത്തതിനാൽ സഭ എന്തു നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 കോട്ടയം. പീഡന ശ്രമത്തിന് CSI വൈദികനെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശി ഫാദർ നെൽസണെതിരെയാണ് കേസെടുത്തത്. LMS വളപ്പിലെ പോളിയോ ഹോമിൽ വാർഡനായിരുന്ന 51-കാരിയുടെ പരാതിയിലാണ് നടപടി. ജോലിയിൽ വീഴ്ച വരുത്തിയതിന് നേരത്തെ ഇവരെ പിരിച്ചുവിട്ടിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയാണ് പരാതിയെന്നാണ് സഭ നൽകുന്ന വിശദീകരണം. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. പാലക്കാട് മാത്തൂരിൽ വൃദ്ധയെ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടിവെച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കാണാതായ ഓമന എന്ന സ്ത്രീയുടെ മൃതദേഹമാണ് ഇവരുടെ വീടിന് സമീപമുള്ള മറ്റൊരു വീട്ടിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാത്തൂർ സ്വദേശികളായ ഷൈജു, വിജേഷ് എന്നിവരാണ് പിടിയിലായത്. ഷൈജുവിന്റെ വീട്ടിൽ നിന്നുമായിരുന്നു ഓമനയുടെ മൃതദേഹം കണ്ടെടുത്തത്. സംഭവത്തെക്കുറിച്ച് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. വർക്കല ശിവഗിരി തീർത്ഥാടന സർക്യൂട്ട് വേദിയിൽ കേന്ദ്ര സർക്കാരിനെയും സന്യാസിമാരെയും വിമർശിച്ച് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പദ്ധതിയുടെ നേട്ടം സ്വന്തമാക്കാൻ ചില ഗൂഢശ്രമങ്ങൾ നടന്നുവെന്ന് മന്ത്രി ആരോപിച്ചു. ഗൂഢനീക്കങ്ങൾ മഠത്തിന്റെ രീതിയല്ലെന്ന് സ്വാമി ശാരദാനന്ദ ഇതിന് മറുപടി നൽകി. ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിലും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഒറ്റയ്ക്കാണ് നിലവിളക്കിലെ എല്ലാ തിരികളും തെളിയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ശ്രീനാരായണ ഗുരു തീർത്ഥാടന സർക്യൂട്ട് പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദം ഉദ്ഘാടന വേദിയിലും തുടർന്നു. പദ്ധതി നിർദ്ദേശിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന് പറഞ്ഞ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ നേട്ടം സ്വന്തമാക്കാൻ ഗൂഢശ്രമങ്ങൾ നടന്നെന്നും വിമർശിച്ചു. 1-2 ദിവസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പോ നടന്ന ഏതോ ചില ഗൂഢശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെ രംഗത്തു നിന്ന് മാറ്റി നേരിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നത്. എന്നാൽ ശിവഗിരി മഠത്തിന് രാഷ്ട്രീയ താൽപര്യമില്ലെന്ന് മന്ത്രിക്ക് സ്വാമി ശാരദാനന്ദ മറുപടി നൽകി. ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ ഞങ്ങളുടെ ശ്രമങ്ങളൊന്നും ഗൂഢമല്ലായിരുന്നു. എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ശ്രമങ്ങളായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ITDC ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യങ്ങൾ ഞങ്ങൾ കേന്ദ്ര അതോറിറ്റി അറിയിച്ചു. ആ അറിയിച്ചതിന്റെ ഭാഗമായിട്ട് അത് ഈ തരത്തിൽ ചെയ്തു. ചില സ്വാമിമാർക്കെങ്കിലും പൂർവാശ്രമത്തിൽ രാഷ്ട്രീയമുണ്ടെന്നായിരുന്നു സ്ഥലം MP A സമ്പത്തിന്റെ വിമർശനം. സ്വാമിമാരായതുകൊണ്ടും ഭൗതികവാദികളായതുകൊണ്ടും അത്തരം കാര്യങ്ങളിലെല്ലാം എത്രയെല്ലാം പറഞ്ഞിരുന്നാലും മനസ്സിന്റെ ഉള്ളിലെല്ലാം ചിലപ്പോഴെങ്കിലും പൂർവാശ്രമത്തിലെ ചിന്തകളെല്ലാം കടന്നു വന്നാൽ ആരെയും തെറ്റു പറയേണ്ടതില്ല. KTDC ഒഴിവാക്കി ITDCക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. ITDCയെ ഏൽപ്പിച്ചത് ഗുണം ചെയ്യുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കണമെന്നും ഉദ്ഘാടനം നിർവഹിച്ച അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. ITDCയുടെ മാനേജർ ഡയറക്ടറാണ് പത്മകുമാർ. അപ്പോൾ ഇവിടുത്തെ ആളാണ്. അപ്പോൾ എല്ലാം വളരെ എളുപ്പമായി. ഇനിയിപ്പോൾ പത്മകുമാറും ITDCയുമായി ബന്ധപ്പെട്ടങ്ങ് ചെയ്താൽ മതി. പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി ഒന്ന് മേൽനോട്ടം കൂടെ വഹിക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ പെട്ടെന്ന് തീർക്കാം. ഉദ്ഘാടനത്തിനൊരുക്കിയ നിലവിളക്കിലെ എല്ലാ തിരികളും അൽഫോൺസ് കണ്ണന്താനം ഒറ്റയ്ക്ക് തെളിയിച്ചതോടെ പദ്ധതിയിലെ കേന്ദ്ര സംസ്ഥാന തർക്കം കൂടുതൽ പ്രകടമായി. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ തങ്ങൾക്കൊപ്പം 3 സ്ത്രീകൾ കൂടി ദർശനം നടത്തിയെന്ന് കനകദുർഗയും ബിന്ദുവും. ആരുടെയും പ്രേരണയിലല്ല മലകയറിയത്. ശബരിമലയിൽ ഇനിയും ദർശനം നടത്തുമെന്നും ഇരുവരും പറഞ്ഞു. തന്നെ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ ഭർത്താവിന് മുകളിൽ RSS സമ്മർദ്ദമുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കം അതിജീവിക്കുമെന്നും കനകദുർഗ പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എന്നെ വീട്ടിലേക്ക് കയറ്റില്ല, അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നില്ല എന്നൊന്നുമില്ല. അത് അത്തരത്തിലല്ല ഹസ്ബൻഡ്. പക്ഷെ ഇപ്പൊ ഒരുപാട് ആളുകൾ അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സമ്മർദ്ദം BJPയുടെയോ അല്ലെങ്കിൽ RSS സംഘപരിവാർ
ആളുകൾ അവരെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്നെ വീട്ടിൽ നിന്നും അകറ്റി നിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർക്ക് പിന്നിൽ നിൽക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്.